ആദ്യം ശ്രീകോവിൽ നിന്നുള്ള ദീപം അത് ക്ഷേത്ര തിടപ്പള്ളിയിൽ തയ്യാറാക്കിയിട്ടുള്ള പൊങ്കാല അടുപ്പിലേക്ക് പകരുന്നു. അവിടെ നിന്ന് ആണിനി ഭക്തരുടെ അടുപ്പുകളിലേക്ക് ഈ ദീപം പകരേണ്ടത്. അതിനുശേഷമാണ് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിവേദ്യം, പലതരത്തിലുള്ള നിവേദ്യങ്ങൾ തയ്യാറാക്കുന്നതിലേക്ക് ഭക്തർ കടക്കുന്നത്. തമ്പാനൂരിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. സൂര്യഗായത്രിയുണ്ട്. സൂര്യ, അവിടെ ഭക്തർ നിവേദ്യം തയ്യാറാക്കുന്നത് തുടങ്ങിയോ? അവിടെ അടുപ്പുകളിലേക്കൊക്കെ തീ പകർന്നോ? അനുജ, ഇവിടെ അടുപ്പുകളിൽ തീ പകർന്നു. പൊങ്കാല അതിന്റെ പകുതി വേവായി എന്നുള്ളതാണ്. തലസ്ഥാന നഗരി ഒരു യാഗശാലയായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. പലർക്കും, അതായത് കന്നി പൊങ്കാല ഇടാൻ വന്നവരുണ്ട്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷത്തെ കാത്തിരിപ്പിന്റെ സമയമാണിത്. ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് വ്രതാനുഷ്ഠാനങ്ങളോടെ കാത്തിരുന്നതാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2-3 ദിവസമായിട്ട് രാവുകൾ പകലാക്കി ഈ പൊങ്കാല ദിവസത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് നടത്തിയവരുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ, അത് പുലർച്ചെ ഒക്കെ ആയിട്ട് ഓരോ സ്ഥലങ്ങളിലും തങ്ങൾക്ക് വേണ്ടിയുള്ള അടുപ്പ് കൂട്ടി കാത്തിരുന്നവരാണ്. ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല നൽകുന്നതിന് വേണ്ടിയിട്ട്, നിവേദ്യം സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥനകളോടെ അവർ അവരുടെ പൊങ്കാല കലങ്ങളിൽ ദേവിക്കായിട്ടുള്ള നിവേദ്യം ഇങ്ങനെ സമർപ്പിക്കുകയാണ്. പലർക്കും ഒരുപാട് പ്രാർത്ഥനകളുണ്ട് എല്ലാവർക്കും എന്നുള്ളതാണ്. ചിലർക്ക് ദേവിയോടുള്ള പ്രാർത്ഥന സഫലീകരിച്ചതിന്റെ ഒരു സന്തോഷം അത് ദേവിക്ക് നൽകുകയാണ് നിവേദ്യ രൂപത്തിൽ. ചിലർക്ക് അവരുടെ സങ്കടങ്ങൾ ഇത്തരത്തിൽ പൊങ്കാല ഇട്ടത് ദേവിയോട് അറിയിക്കുകയാണ്. അവർ ഓരോരുത്തർക്കും പൊങ്കാല ഇടാൻ ഓരോ കാരണങ്ങളാണെന്നുള്ളതാണ്. ആറ്റുകാൽ പൊങ്കാലയെ സംബന്ധിച്ചിടത്തോളം ഈ ഭക്തജനങ്ങൾക്കത് വൈകാരികമായിട്ടുള്ളൊരു അനുഭവം തന്നെയാണ്. പലരോടും ആറ്റുകാൽ ദേവിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ എല്ലാ കൊല്ലവും മുടങ്ങാതെ പൊങ്കാല ഇടാൻ വരാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് അവരൊക്കെ തന്നെ സംസാരിക്കുന്നത്. അത്രത്തോളം ആറ്റുകാൽ അമ്മയുമായിട്ട് അവർക്കുള്ള ആത്മബന്ധം, അതൊരു പക്ഷേ ഒരു ദേവീ രൂപം എന്നതിലുപരി അവരുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമാക്കി അവർ ആറ്റുകാൽ ദേവിയെ മാറ്റി എന്നുള്ളതാണ്. ഈ ഒരു ദിവസത്തിന് വേണ്ടി അവർ അത്രത്തോളം കാത്തിരിക്കുന്നത്, അത്രത്തോളം വ്രതാനുഷ്ഠാനങ്ങൾ പാലിച്ചു വരുന്നത് അത് ആ ദേവിയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ്, പ്രാർത്ഥന കൊണ്ട് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ചൂടാണ്, ചൂട് അധികമാണ്. ഒരു 10 മിനിറ്റ് പോലും നിൽക്കാൻ കഴിയാത്തത്ര വലിയ ചൂടും വെയിലുമാണ് അനുഭവപ്പെടുന്നത്. പക്ഷെ അതൊന്നും അവരുടെ മുഖത്ത് കാണുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ ഒരു വർഷത്തെ ഒരു കാത്തിരിപ്പ് അത് ഈ നിമിഷത്തിന് വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വെയിലോ ഈ ചൂടോ ഒന്നും അവരെ തളർത്തില്ല എന്നുള്ളതാണ്. അവരെ ഭക്തർ തങ്ങളുടെ നിവേദ്യം തയ്യാറാക്കുന്നതിലേക്ക് കടന്നിരിക്കുന്നു. 2:15 ഉച്ചപൂജ, അതിനുശേഷം പൊങ്കാല നിവേദ്യം. അതിനായി 300-ലേറെ പൂജാരിമാരെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ തവണയും നമ്മൾ കാണുന്ന കാഴ്ച. പക്ഷേ ഇക്കുറി കൂടുതൽ ഭക്തർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ ഈ തിരക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.